പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസായ പ്ലാനിംഗ് ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഓർഗനൈസിംഗ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അതിന് മുന്നേ ഓർഗനൈസിംഗ് എന്താ നോക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ടില്ലെങ്കിൽ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫങ്ഷനായ ഓർഗനൈസിംഗ് എന്താണെന്ന് നോക്കാം. ഓർഗനൈസിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് making orderly determination and arrangement of the task, functions, relations and roles necessary for the achievements of certain goals. അപ്പോൾ എന്താണ് ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. എന്തിനു വേണ്ടി? ഒരു ഗോൾസുകൾ, നമുക്ക് ആവശ്യമായ സർട്ടൺ ഗോൾസ്, നമുക്ക് അറിയാവുന്ന ഗോൾസുകളെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കൂട്ടം പ്രോസസ്സിംഗ് ആണ്. എന്തൊക്കെ പ്രോസസ്സിംഗ് ആണ്? ഓർഡർലി ഡിറ്റർമിനേഷൻ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടാസ്ക്. എന്തെന്ന് ഓർഡർലി ഡിറ്റർമൈൻ ചെയ്യുകയാണ്. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓർഡർ അനുസരിച്ച് ചെയ്യാനുള്ളത്, എങ്ങനെയൊക്കെയാണ് നമ്മളതിനെ അറേഞ്ച് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അറേഞ്ച് ചെയ്യുന്നത്? ടാസ്ക്, ഫങ്ഷൻസ്, റിലേഷൻഷിപ്സ് ആൻഡ് റോൾസ്, അതെല്ലാം എന്തിനു വേണ്ടി അറേഞ്ച് ചെയ്യുന്നു? നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാം. അപ്പോൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഓർഡർലി ആയിട്ട് ഡിറ്റർമിനേഷൻ ചെയ്യുകയും ടാസ്കുകളും ഫങ്ഷൻസിനും ഒക്കെ അറേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓർഗനൈസിംഗ് എന്ന് വിളിക്കാറുള്ളത്. ഓർഗനൈസിംഗ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ടു ബി ഡൺ. അപ്പോൾ ഓർഗനൈസിംഗ് എന്തൊക്കെ കാര്യങ്ങൾ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ഡൺ. ഏതൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ ചെയ്യാനുള്ളത്? ഗ്രൂപ്പിംഗ് ദീസ് ആക്ടിവിറ്റീസ് ഇൻ ടു വർക്ക് യൂണിറ്റ്. എന്നിട്ട് ഈ നമുക്കറിയാവുന്ന ഏതൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നു, നമ്മൾ പെർഫോം ചെയ്യേണ്ട ആക്ടിവിറ്റീസ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം ആക്ടിവിറ്റീസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഒരേ നേച്ചർ ഉള്ളത് വെച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്തെടുക്കുന്നു. ദെൻ അസൈൻമെൻറ്റ് ഓഫ് ദ ടാസ്ക്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുകയാണ്? ടാസ്ക് എമംഗ് ദ ജോബ് പൊസിഷൻസ്. ഓരോരുത്തർക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ ജോലി വീതിച്ചു കൊടുക്കുന്നു. ദെൻ ആ വീതിച്ചു കൊടുക്കുന്നവർക്ക് നമ്മൾ എന്ത് കൂടെ കൊടുക്കുന്നു? എക്സ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി, അവർക്ക് ആവശ്യമായ അധികാരവും കൂടെ കൊടുക്കുന്നു. ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്നും കൊടുക്കുന്നു, ഉത്തരവാദിത്തങ്ങളും കൂടെ കൊടുക്കുന്നു. റിലേഷൻസ് എമംഗ് ദം. അപ്പോൾ ഓർഗനൈസിംഗ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ ആക്ടിവിറ്റീസ് ടു ബി ഡൺ, ഗ്രൂപ്പിംഗ് ദീസ് ആക്ടിവിറ്റീസ് ഇൻ ടു ദ വർക്ക് യൂണിറ്റ്സ്, അസൈൻമെൻറ്റ് ഓഫ് ദ ടാസ്ക് എമംഗ് ദ ജോബ് പൊസിഷൻസ് ആൻഡ് എക്സ്റ്റാബ്ലിഷിംഗ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് എമംഗ് ദം. അപ്പോൾ ഓർഗനൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ ഓർഡർലി ആയിട്ട് ഡിറ്റർമിനേഷൻ ചെയ്ത് ആ ഫങ്ഷൻസിനെയും ടാസ്കിനെയും റിലേഷൻസിനെയൊക്കെ അറേഞ്ച് ചെയ്ത് ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യുന്നതിനുള്ള പ്രോസസ്സിനെ നമ്മൾ ഓർഗനൈസിംഗ് എന്ന് വിളിക്കുന്നു. അതിനകത്ത് നമ്മൾ ആദ്യമായി കുറേ നമുക്ക് ആവശ്യമുള്ള ആക്ടിവിറ്റീസ്, എന്തൊക്കെ പ്രവൃത്തിയാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്ന് തിരിച്ചറിയുന്നു. അതിനുശേഷം അതിനെല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നു. ദെൻ ആ ഗ്രൂപ്പ് ചെയ്ത വർക്ക് നമ്മൾ ഓരോരുത്തർക്ക് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു, ഓരോ എംപ്ലോയീസിന് അലോട്ട് ചെയ്ത് കൊടുക്കുന്നു. വർക്കിനൊപ്പം അവർക്ക് എന്തും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്? എക്സ്റ്റാബ്ലിഷിംഗ് അതോറിറ്റിയും കൂടെ കൊടുക്കുന്നു. അവർക്ക് ആവശ്യമായിട്ട് ആ വർക്ക് ചെയ്യാനുള്ള അതോറിറ്റി, അധികാരവും കൊടുക്കുന്നുണ്ട്. ഉത്തരവാദിത്വവും നമ്മൾ അവരുടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്? ചുമത്തി കൊടുക്കുന്നുണ്ട്. ഇത്രയും പ്രോസസ്സ് എന്തിനകത്ത് ഇൻവോൾവ് ആകുന്നുണ്ട്? ഓർഗനൈസിംഗ് എന്ന് പറയുന്നു. ഇനി ഓർഗനൈസേഷനകത്ത് കുറേ സ്റ്റെപ്സ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓർഗനൈസിംഗ് ഇൻവോൾവ്സ് ദ ഫോളോയിങ് സ്റ്റെപ്പ്. ഈ പറയുന്ന സ്റ്റെപ്പുകളൊക്കെ ഓർഗനൈസേഷനകത്ത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഡിറ്റർമൈനിങ് ആൻഡ് ഡിഫൈനിങ് ദ ആക്ടിവിറ്റീസ് റിക്വയർഡ് ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് പ്ലാൻഡ് ഗോൾസ്. അപ്പോൾ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഡിറ്റർമൈനിങ് ആൻഡ് ഡിഫൈനിങ് ദ ആക്ടിവിറ്റീസ്. നമ്മളെ ആക്ടിവിറ്റീസിനെ ആദ്യം ഡിറ്റർമൈൻ ചെയ്ത് ഏതൊക്കെ ആക്ടിവിറ്റീസാണ് നമ്മൾക്ക് ചെയ്യാനുള്ളത്, എന്നിട്ട് ഏതൊക്കെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? തീരുമാനിക്കുന്നതാണ് ആദ്യമായിട്ട് ഓർഗനൈസേഷനകത്ത് നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ്. നമുക്ക് ഏതൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്യാം, നമ്മുടെ പ്ലാൻഡ് ഗോൾ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ തീരുമാനിക്കുന്നത്. രണ്ട്, ഗ്രൂപ്പിംഗ് ദ ആക്ടിവിറ്റീസ് ഇൻ ടു കൺവീനിയൻറ്റ് യൂണിറ്റ്സ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ആ ആക്ടിവിറ്റീസിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ യൂണിറ്റ്സുകളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ നമ്മൾ എന്ത് ചെയ്തു? തരംതിരിച്ച് വെക്കുന്നു. ദെൻ അസൈനിങ് ദ ഡ്യൂട്ടീസ് ആൻഡ് ആക്ടിവിറ്റീസ് ടു ബി സ്പെസിഫിക് പൊസിഷൻസ് ആൻഡ് പീപ്പിൾ. എന്നിട്ട് ആ ആക്ടിവിറ്റീസിനെ നമ്മൾ ആർക്ക് കൊടുക്കുന്നു? ഓരോ വ്യക്തികൾക്ക് കൊടുക്കുകയാണ്. അവർക്ക് പെർഫോം ചെയ്യാനുള്ള ഡ്യൂട്ടീസായിട്ട് നമ്മൾ ഓരോ വ്യക്തികളുടെ കയ്യിൽ അതെന്ത് ചെയ്യുകയാണ്? അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഡെലിഗേറ്റിംഗ് ദ അതോറിറ്റി ടു ദീസ് പൊസിഷൻസ് ആൻഡ് പീപ്പിൾ. അതിന് ശേഷം എന്ത് ചെയ്യാണ്? ഡെലിഗേറ്റ് ചെയ്യണം. ആ അതോറിറ്റി ഓരോരുത്തരിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കണം. ദെൻ ഡിഫൈനിങ് ആൻഡ് ഫിക്സിങ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദ പെർഫോമൻസ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുകയാണ്? ജോലി ആർക്കൊക്കെയാണോ നമ്മൾ അലോട്ട് ചെയ്ത് അവരുടെ ഉത്തരവാദിത്തങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഫിക്സ് ചെയ്ത് വെക്കുകയാണ്, തീരുമാനിച്ച് വെക്കുകയാണ്. ലാസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്? എക്സ്റ്റാബ്ലിഷിങ് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് ത്രൂ ഔട്ട് ദ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനകത്ത് അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, റിലേഷൻഷിപ്പ് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്തെടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതോറിറ്റി മാത്രം ഉണ്ടായ കാര്യമില്ലല്ലോ, റെസ്പോൺസിബിലിറ്റിയും വേണം. റെസ്പോൺസിബിലിറ്റി മാത്രം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? അതോറിറ്റിയും വേണം. അപ്പോൾ ഉത്തരവാദിത്വം വേണം, അധികാരവും വേണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പോൾ ഓർഗനൈസേഷനകത്ത് ആകെ 6 സ്റ്റെപ്പാണുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഏതൊക്കെ ആക്ടിവിറ്റീസ് എങ്ങനെയൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു.
സെക്കൻഡായിട്ട് നമ്മൾ ആ ആക്ടിവിറ്റീസിനെ എന്ത് ചെയ്യുന്നു, ഗ്രൂപ്പ് ചെയ്ത് മാറ്റുന്നു. ദെൻ തേർഡായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആക്ടിവിറ്റീസ് ഡ്യൂട്ടീസ് ഓരോ പീപ്പിളിന് നമ്മൾ എന്ത് ചെയ്യാണ്, പീപ്പിൾസിന് നമ്മളെ എംപ്ലോയീസിന് നമ്മൾ ആ ഡ്യൂട്ടീസ് എന്ത് ചെയ്യാണ്, അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ദെൻ ഡെലിഗേറ്റിംഗ് അതോറിറ്റി ടു ദീസ് പൊസിഷൻ ആൻഡ് പീപ്പിൾ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതോറിറ്റി താഴെ ആൾക്കാരിലേക്ക് കൈമാറുകയാണ്. പിന്നെ എന്ത് ചെയ്യുന്നു, റെസ്പോൺസിബിലിറ്റി, ഏതൊക്കെ ജോലിയാണ് ചെയ്യാനുള്ള ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും തമ്മിൽ നമ്മൾ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഓർഗനൈസേഷനകത്ത് എക്സ്റ്റാബ്ലിഷ് ചെയ്ത് വെക്കുന്നു. ഈ പ്രോസസ്സൊക്കെയാണ് ഓർഗനൈസിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇൻവോൾവ് ആകുന്നതാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.